ഇനി പാസ്റ്റേഴ്സായ ഒരുപാട് ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ തലമുറയ്ക്ക് നേരിടേണ്ടി വന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം തുടർമാനമായിട്ടുള്ള സ്ഥലം മാറ്റം, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് മാറി മാറി പോകുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ അത് ബാധിക്കുന്നു, തുച്ഛമായ വരുമാനം, അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ. ഇപ്പൊ അത് നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല, ഇവിടെയൊക്കെ ഉണ്ട്. എന്നാൽ മെഗാ ചർച്ചിൽ, വലിയ ചർച്ചിൽ ഇരിക്കുന്ന പാസ്റ്റേഴ്സ് ഉണ്ട്, അവർക്ക് യാതൊരു പ്രശ്നമില്ല. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പെന്തക്കോസ്ത് സഭയിലുള്ള പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ കൺവെൻഷൻ പ്രസംഗികര് ശ്രദ്ധിക്കേണ്ട, ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വലിയ ചർച്ചിലിരിക്കുന്നവർ, ഒരുപാട് വരുമാനമുള്ള ചർച്ചിലിരിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ സീസണിൽ ലക്ഷക്കണക്കിന് രൂപ പ്രസംഗിക്കുന്നതിന്റെ പേരിൽ കിട്ടുന്നവർ, ഈ ലോക്കൽ ചർച്ചുകളിൽ 3000-4000 രൂപയ്ക്ക് ചർച്ചുകളിൽ ഇരിക്കുന്ന ആളുകൾക്ക്, പാസ്റ്റേഴ്സിന്, അവരുടെ കുടുംബങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിഹിതം ആളുകളിലേക്ക് എത്തേണ്ടതുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന പണം, അതുപോലെ തന്നെ ഉപവാസ പ്രാർത്ഥനയിൽ പ്രസംഗിക്കാൻ പോകുന്ന ആളുകൾ ഉറപ്പുവരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കയ്യിൽ വരുന്ന പണം നിങ്ങൾക്ക് കാർ മേടിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട് പണിയാനും അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാർ മേടിക്കാം, വീട് പണിയാം, അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുള്ളപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു വിഹിതം ഈ ലോക്കൽ സഭകളിലേക്ക്, എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന സഭകളിലുള്ള പാസ്റ്റേഴ്സിന്റെ കയ്യിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. അത്തരം വിഷമതകൾക്ക് അങ്ങനെ പരിഹാരമാകേണ്ടതുണ്ട്. അല്ലാതെ അവരെന്നും ഞെരുങ്ങി ജീവിക്കണം. 3000-4000 രൂപയ്ക്ക് ഒരു കുടുംബം എങ്ങനെ നടന്നു പോകാനാണ്? അത് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പെന്തക്കോസ്ത് പ്രസ്ഥാനം മാത്രമല്ല, കൺവെൻഷനുകളിൽ പ്രസംഗിച്ച് അത്തരത്തിൽ വരുമാനം നേടുന്ന ആളുകൾ, കൺവെൻഷൻ പ്രസംഗകർ, അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു സമയത്ത് അങ്ങനെ ഒരു ആശയം ഉയർന്നു വന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാവപ്പെട്ട കർത്തൃദാസന്മാർക്ക്, അതായത് സുവിശേഷകന്മാർക്ക് അങ്ങനെ ഒരു ഭാഗം കൊടുക്കാം എന്നുള്ള ഒരു ചിന്തയൊക്കെ വന്നതാണ് ഒരു സമയത്ത്. പക്ഷെ പിന്നീട് അത് മുന്നോട്ട് പോയില്ല. അത്തരത്തിലുള്ള ചിന്താപരമായ മാറ്റം പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾക്കും പാസ്റ്റേഴ്സിനും പ്രസംഗകർക്കും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് വാസ്തവമാണ്.